ഹായ് ഡിയേഴ്സ്, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് സൈലം ക്ലാസ് 10 CBSE കുട്ടികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കിയിട്ടുള്ള ഗൈഡാണ്. ഇത് കെമിസ്ട്രിയുടെ ഗൈഡ് മെറ്റീരിയലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. കെമിസ്ട്രിക്ക് മാത്രമല്ല, ഫിസിക്സ്, ബയോളജി, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് ഇവിടെ ഗൈഡ് ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം 900+ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ 2025 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻ ആണ് കേട്ടോ. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ, റീസണിങ്, കേസ് സ്റ്റഡി, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ഒരു ഗൈഡ് മെറ്റീരിയലിനുള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗൈഡിൽ എന്തെല്ലാമാണുള്ളത് എന്ന് നോക്കിയാലോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ കോണ്ടൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ചാപ്റ്ററിലും എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് പേജ് നമ്പർ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്കറിയാം 2 ടൈപ്പ് ചേഞ്ചസ് ഉണ്ട് അല്ലേ, ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. അതെന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ് അല്ലേ. സോ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എങ്ങനെയെല്ലാം ക്യാരക്ടറൈസ് ചെയ്യാം എന്നുള്ള കാര്യം ടേബിൾ അടക്കം കൊടുത്തിരിക്കുന്നു. ഇനി നമുക്കറിയാം അല്ലേ, കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നടക്കാറുണ്ട്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആവാം, ചേഞ്ച് ഇൻ കളർ ആവാം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആവാം. അപ്പോൾ മക്കളെ അങ്ങനെയുള്ള ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും എക്സാമ്പിൾ സഹിതം ഇവിടെ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു ടോപ്പിക്കിന് ശേഷം നമ്മൾ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻസിലേക്കാണ് അല്ലേ. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻസ് എന്താണ്, കെമിക്കൽ ഇക്വേഷൻസ് എന്നും എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നും എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ഗൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ ഒരു കൺസേണിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക്കിന് ശേഷവും നിങ്ങൾക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്നൊരു സെഷൻ തന്നെ ഈ ഒരു ഗൈഡിനുള്ളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം കണ്ടോ, ഈ ഒരു ടോപ്പിക്കിന് ശേഷം ഇത് റിലേറ്റഡ് ആയിട്ട് സ്വന്തമായി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഇനി ബാലൻസിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, NCERTയിലെ എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും കുറച്ച് ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഇതേപോലെ ഓരോ ടോപ്പിക്കിന് ശേഷവും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നൊരു സെഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. അതിൽ ആക്ടിവിറ്റി, ഓരോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ആക്ടിവിറ്റി, അതിൻ്റെ ഒബ്സർവേഷൻ, ഇൻഫറൻസ് എല്ലാം തന്നെ ഈ ഒരു ഗൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം നോളജ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ ഓരോ ടോപ്പിക്കിനും ഇടയിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് നോളജ് ഹബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇതേപോലെ ഗൈഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തു, തിയറി പഠിച്ചു, ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്തു, NCERTയിലെ എക്സാമ്പിൾ ചെയ്തു. ഇനി നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചാപ്റ്റർ സമ്മറി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് ഇത്രയും നേരം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്, അതിൻ്റെ കംപ്ലീറ്റ് സമ്മറി ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി അടുത്തതായിട്ട് വരുന്നത് NCERT കോർണറാണ്. NCERT കോർണറിലൂടെ എല്ലാ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ വിത്ത് സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഓരോ ടോപ്പിക്കിന് ശേഷം NCERTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലേ, പക്ഷെ അതിൻ്റെ സൊല്യൂഷൻ എവിടെയും കിട്ടാറില്ല. സോ ആ ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷനുമാണ് NCERT കോർണറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അതിനുശേഷം NCERT എക്സർസൈസ്, ചാപ്റ്ററിന് ശേഷം കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് NCERT എക്സസൈസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനുമാണ് NCERT എക്സർസൈസിലൂടെ എൻ്റെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ NCERT ക്വസ്റ്റ്യൻസ്, എക്സർസൈസുകളൊക്കെ വൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ക്വിക്ക് റീകോൾ എന്ന രീതിയിൽ, അതായത് നിങ്ങളെ റിവൈസ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇതിനുള്ളിൽ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ആൻഡ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, പിന്നെ അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ അതിനുള്ളിൽ തന്നെ കേസ് സ്റ്റഡി എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ പാറ്റേണിലും നമ്മൾ ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു
ക്വിക്ക് റിക്കോൾ എന്ന് പറയുന്ന സെഷൻസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇത് കൂടാതെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ലെവൽ എന്നൊരു സെഷൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് പലരും ഇപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കോമ്പറ്റീറ്റീവ് ലെവൽ എന്ന് പറയുന്നൊരു സെഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോണ്ടന്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു ക്വിക്ക് റിക്കോൾ ഉണ്ടായിരുന്നല്ലോ, പഠിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടു, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തു, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്തു, പിന്നീട് സമ്മറി ഉപയോഗിച്ച് നിങ്ങൾ റിവൈസ് ചെയ്തു, പിന്നീട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് റിവൈസ് ചെയ്തു. കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സും ക്വസ്റ്റ്യനും കണ്ടു, ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സെഷൻ നിങ്ങൾക്കായി തരുന്നത്. ഇവിടെ 2023, 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇതിന് മുൻ വർഷങ്ങളിൽ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന്. കാരണം 2023 തൊട്ടാണ് CBSE പുതിയൊരു പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇപ്പോഴും ബോർഡ് എക്സാം നടക്കുന്നത്. അതുകൊണ്ടാണ് 2023, 2024 വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, 2025 ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ 2025 ക്വസ്റ്റ്യൻ ഇതിൽ കൊടുത്തിട്ടില്ലല്ലോ എന്ന് അല്ലേ. അപ്പോൾ മക്കളെ, 2025 ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ഹെഡ്ലൈനിൻ്റെ താഴെ തന്നെയായി ഒരു QR കോഡ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾ നേരെ പോകുന്നത് ഒരു വീഡിയോ എക്സ്പ്ലനേഷനിലേക്കായിരിക്കും. ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് 2025 ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനുമാണ് നിങ്ങൾക്ക് വീഡിയോ എക്സ്പ്ലനേഷനിലൂടെ ലഭിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോ ചാപ്റ്ററും. അപ്പോൾ ഈ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡായി നമ്മൾ 4 ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇനി ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊന്നും തിരക്കി വേറെ എവിടെയും പോകേണ്ടതില്ല. സൈലത്തിൻ്റെ ഈ ഒറ്റ ഒരു ഗൈഡ് മാത്രം മതി. കെമിസ്ട്രി പോലെ തന്നെ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജി, സോഷ്യൽ സയൻസ് എന്നീ സബ്ജക്റ്റുകളുടെയും ഗൈഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സൈലം സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കംപ്ലീറ്റ് സെറ്റിൻ്റെയും കൂടെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് കേട്ടോ. അതായത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് പാർട്ട് 1, പാർട്ട് 2 ഇത്തരം ഗൈഡുകൾ ഒന്നിച്ചാണ് 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് സൈലം സ്റ്റോറിൽ നിന്ന് ലഭിക്കുക. ഒട്ടും തന്നെ സമയം പാഴാക്കേണ്ട, വേഗം തന്നെ ഈ ഗൈഡ് പർച്ചേസ് ചെയ്യാൻ. നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ് ഗൈഡിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ സൈലത്തോടൊപ്പം പഠിച്ച് നമുക്ക് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നേടണം. ഓൾ ദി ബെസ്റ്റ്.